പ്രകാശമേ മിഴി തുറക്കുക വേഗം. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ട വിത്താകട്ടെ വചനം ശ്രവിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ്. അവർ 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം പുറപ്പെടുവിക്കുന്നു. യേശു ഉപമകളിലൂടെയല്ല സംസാരിക്കാൻ തുടങ്ങിയത്. ആദ്യം വളരെ വ്യക്തമായി പഠിപ്പിച്ചു, മനസാന്തരത്തിന് ആഹ്വാനം ചെയ്ത് ദൈവരാജ്യം ഇവിടെ നിഹിതമായിരിക്കുന്നു പറഞ്ഞു. പക്ഷേ വിശ്വസിക്കാൻ ഞങ്ങൾ തയ്യാറായാലും അവനെ വധിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. മർക്കോസ് എഴുതി സുവിശേഷം 3-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നടക്കേണ്ടതാണ്. അതിനുശേഷമാണ് യേശു അവരോട് ഉപമകളിലൂടെ സംസാരിക്കാൻ തുടങ്ങുന്നത്. യേശു ഉപമയിലൂടെ സംസാരിച്ചു, ആൾക്കാർക്ക് മനസ്സിലായില്ല. യേശു ശിഷ്യന്മാർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. ഇപ്രകാരം ഏറെ പരിചിതമായ ഉപമയാണ് വിതക്കാരൻ്റെ ഉപമ. വിതക്കാരൻ വിത്ത് വിതയ്ക്കുന്നു, പല സ്ഥലങ്ങളിൽ അത് വീഴുന്നു. അപ്പോൾ വിതക്കാരൻ്റെ ഉപമയിൽ കൊടുക്കുന്ന വിശദീകരണം വിത്ത് എന്ത് സംഭവിക്കുന്നതിന് എന്നതിനേക്കാൾ കൂടുതൽ എങ്ങനെ സ്വീകരിക്കണം, പലതരത്തിലുള്ള മനുഷ്യൻ്റെ മനോഭാവത്തെ ആണ് അതിന് വ്യാഖ്യാനമായിട്ട് കൊടുക്കുന്നത്. പാറപ്പുറത്ത് വീണ വിത്ത്, വഴിയരികിൽ വീണ വിത്ത്. ഇപ്പം നല്ല നിലത്ത് വീണ വിത്ത് എന്ന് പറയുന്നത് ഹൃദയം, ശുദ്ധമായ ഹൃദയത്തിൽ വചനം സ്വീകരിക്കുന്നവരാണ്. എല്ലാവർക്കും കിട്ടുന്ന വചനം ഒന്ന് തന്നെയാണ്. പക്ഷേ ചിലരത് സ്വീകരിക്കുന്നു, ഫലം പുറപ്പെടുവിക്കുന്നു, ചിലർക്ക് ഫലമില്ലാണ്ടായി പോകുന്നു. വിത്തിൻ്റെ പ്രശ്നമല്ല, എൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം ഹൃദയം തുറന്ന് സ്വീകരിക്കണം. അതിന് ഹൃദയം ശുദ്ധമാകണം, സ്വാർത്ഥത വെടിയണം, കർത്താവിനോട് സ്വീകരിക്കാൻ തയ്യാറാകണം, സ്നേഹമുണ്ടാകണം, യേശുവിൻ്റെ പ്രമാണം സ്വീകരിക്കാൻ അനുസരിക്കാനുള്ള ഒരു സന്നദ്ധത ഉണ്ടാകണം, ശുദ്ധമായ ഹൃദയമുണ്ടാകണം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ ദൈവത്തെ കാണും. ഇപ്രകാരം ശുദ്ധമായ ഹൃദയത്തിൽ വചനം സ്വീകരിക്കാൻ, ആ വചനമനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതം ഫലമണിയും. എന്താണ് ഫലം? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഇതെല്ലാം ഉണ്ടാകും. ജീവിതം ഫലമണിയും. അതിനുവേണ്ടി വചനം ഹൃദയത്തിൽ സ്വീകരിക്കാൻ, നിരന്തരം ധ്യാനിക്കാൻ, അനുസരിച്ച് ജീവിക്കാനുള്ള കൃപ എന്താ പ്രധാനം ചെയ്യണം. നിൻ വഴിയേ